നായ് തുളസി എന്നുള്ള സസ്യം, ചില സ്ഥലങ്ങളിൽ ഇതിനെ കാട്ടപ്പ അല്ലെങ്കിൽ അപ്പ എന്നൊക്കെ വിളിക്കുന്ന ഒരു സസ്യമാണിത്. നമ്മുടെ നാടുകളിൽ സാധാരണ ഒരു കളസസ്യമായി കണ്ടുവരുന്ന ഒരു സസ്യമാണ് നായ് തുളസി എന്നുള്ള സസ്യം. സാധാരണ ഒരു 60-70 സെന്റിമീറ്ററോളം പൊക്കം വയ്ക്കുന്ന ഈ സസ്യത്തിന്റെ തണ്ടുകൾ നിറയെ ചെറിയ ചെറിയ രോമങ്ങൾ ഉള്ളതാണ്. കൂടാതെ ഈ തണ്ടുകളുടെ ഭാഗത്തായിട്ടാണ് പൂക്കൾ ഇങ്ങനെ ഉണ്ടായി വരുന്നത്. പൂക്കൾ ഒരേ വലിപ്പത്തിലുള്ള നമ്മുടെ മൊട്ടുകൾ പോലെയുള്ള പൂക്കളാണ് ഇതിനുള്ളത്. ഇത് വെള്ളയോ അല്ലെങ്കിൽ വയലറ്റ് കളർന്ന വെള്ളയോ ചേർന്നൊക്കെയാണ് ഇതിന്റെ പൂക്കൾ ഉണ്ടായി വരാറുള്ളത്. ഈ സസ്യം മൊത്തത്തിലെ ഒരു ഗന്ധമുള്ള ഒരു സസ്യമാണ്. ഇതിന്റെ പൂവിനും ഇലയ്ക്കും തണ്ടിനും എല്ലാത്തിനും ഒരു ഗന്ധമുള്ള സസ്യമാണ്. നമ്മുടെ നാട്ടിൽ ഒഴിഞ്ഞ പറമ്പുകളിലും കൂടാതെ റോഡ് സൈഡിലുമൊക്കെ ധാരാളമായി കണ്ടുവരുന്ന ഒരു സസ്യമാണ് നായ് തുളസി എന്നുള്ളത്. പഴയ കാലങ്ങളിലൊക്കെ എൻ്റെ നാട്ടിൽ ഈ മുറിവ് വരുമ്പോൾ ഇതിന്റെ ഇലയും മഞ്ഞളും ചേർത്ത് അരച്ചിടുമായിരുന്നു. കൂടാതെ ഇത് പഴയ കാലങ്ങളിലൊക്കെ ഇതിന്റെ ഇല വാറ്റിയെടുത്ത തൈലം മൂക്കടപ്പ്, ജലദോഷം എന്നിവയ്ക്കും കൂടാതെ ഇതിന്റെ ഇല ഇട്ടു തിളപ്പിച്ച എണ്ണ വാതരോഗങ്ങൾക്കും പഴയ കാലങ്ങളിൽ ഒരു ഔഷധമായി ഉപയോഗിച്ചിരുന്ന ഒരു സസ്യമാണ് ഈ നായ് തുളസി എന്നുള്ള സസ്യം. അപ്പോൾ ഇതാണ് നായ് തുളസി എന്നുള്ള സസ്യം. വീണ്ടും സസ്യങ്ങളുടെ വീഡിയോ വരാം. ഓക്കെ, ബൈ.